സബ്കി പസന്ദ് നിർമ്മ ഒരു കാലത്തെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട ജിങ്കിൾ. 1990കളിൽ ഇന്ത്യയിലെ ടിവിയുള്ള വീടുകളിലൊക്കെ മുഴങ്ങിക്കേട്ട പരസ്യഗാനം സബ്കി പസന്ദ് നിർമ്മ. ഹേമ, രേഖ, ജയ, സുഷമ എന്നിവർ സന്തോഷത്തോടെ തുണി അലക്കുന്ന ആ ദൃശ്യവും പാട്ടും അന്നത്തെ തലമുറയുടെ ഓർമ്മകളിൽ ഇന്നും അതീവ തെളിച്ചത്തോടെ നിലനിൽക്കുന്നു. ദൂരദർശൻ കാലഘട്ടത്തിൽ വളർന്ന 90s കുട്ടികൾക്ക് ആ പരസ്യം ഒരു നൊസ്റ്റാൾജിയ ആയി മാറി. 1969 ഗുജറാത്തിൽ നിന്നാണ് നിർമ്മയുടെ കഥ ആരംഭിക്കുന്നത്. കർസൻ ഭായ് പട്ടേൽ, സർക്കാർ ലാബ് ടെക്നീഷ്യനായ 24-കാരൻ, അധിക വരുമാനം നേടാനെന്ന ആഗ്രഹത്തിൽ രസതന്ത്രവിദ്യ ഉപയോഗിച്ച് വീട്ടുമുറ്റത്ത് തന്നെ സോപ്പ് പൊടി നിർമ്മാണം തുടങ്ങി. 1 കിലോയ്ക്ക് വെറും 3.5 രൂപ. അതുതന്നെയായിരുന്നു ഹൈലൈറ്റും. അന്ന് വിപണിയിൽ പ്രീമിയം ഉൽപ്പന്നമായിരുന്ന സർഫിന്റെ വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതായിരുന്നില്ല. കർസൻ ഭായിയുടെ ഉൽപ്പന്നം വേഗത്തിൽ ജനപ്രിയമായി. മകളായ നിരുപമയുടെ ഓർമ്മയ്ക്കായി ബ്രാൻഡിന് അദ്ദേഹം നിർമ്മ എന്ന പേര് നൽകി. വെളുത്ത ഫ്രോക്ക് ധരിച്ച പെൺകുട്ടിയുടെ ചിത്രം ആ മകളുടെ ഓർമ്മയ്ക്കായുള്ള ആദരവായിരുന്നു. അങ്ങനെ മകളുടെ പേരും മുഖവും ഇന്ത്യയിലെ കോടിക്കണക്കിന് വീടുകളിലെത്തിച്ചു കർസൻ ഭായ്. റീറ്റെയിലർമാർക്ക് ആദ്യം നിർമ്മ വിശ്വാസമുണ്ടായിരുന്നില്ല. അതിനാൽ കർസൻ ഭായ് സ്ത്രീകളെ ജോലിക്കെടുത്ത് കടകളിൽ അയച്ചു. വീട്ടമ്മമാർ കടകളിൽ നിർമ്മ ഉണ്ടോ എന്ന് ചോദിക്കാൻ ആരംഭിച്ചു. ഡിമാൻഡ് വർദ്ധിച്ചതോടെ കടയുടമകൾ നിർമ്മ വിൽക്കാൻ തുടങ്ങി. ഉപഭോക്താക്കളുടെ വിശ്വാസം ഉറപ്പാക്കാൻ കറ പോയില്ലെങ്കിൽ പണം തിരികെ എന്ന ഉറപ്പും അദ്ദേഹം നൽകി. ഇത് വലിയ വിപ്ലവമായിരുന്നു. നിർമ്മയുടെ വിജയത്തിന്റെ രഹസ്യം അതിന്റെ കുറഞ്ഞ നിർമ്മാണ ചെലവായിരുന്നു. വൈദ്യുതി പോലും ഉപയോഗിക്കാതെ മനുഷ്യശ്രമം ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നം വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായതോടെ മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ സ്ഥിരം തെരഞ്ഞെടുപ്പായി നിർമ്മ മാറി. 1975 വാഷിംഗ് പൗഡർ നിർമ്മ എന്ന ജിങ്കിൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ആദ്യമായി കേട്ടു. പിന്നീട് 1982 ടിവിയിൽ പ്രക്ഷേപണം ആരംഭിച്ചതോടെ ആ പാട്ട് മുഴുവൻ ഇന്ത്യയും പാടി. ഹേമ, രേഖ, ജയ, സുഷമ എന്നീ പേരുകളുള്ള വീട്ടമ്മമാരെ അവതരിപ്പിച്ച പരസ്യവും നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ ചിത്രവും നിർമ്മയെ ഒരു ഐക്കണാക്കി. 1990കളിൽ ഡിറ്റർജന്റ് വിപണിയിലെ 60% വിഹിതം നിർമ്മയ്ക്കായിരുന്നു. കുറഞ്ഞ വിലയിൽ മികച്ച ഗുണമേന്മ നൽകിയത് അതിനെ മിഡിൽ ക്ലാസിന്റെ പ്രിയപ്പെട്ട ബ്രാൻഡാക്കി. എന്നാൽ കാലത്തിനനുസരിച്ചുള്ള നവീകരണം ഇല്ലാതിരുന്നതാണ് നിർമ്മയുടെ തകർച്ചയ്ക്ക് കാരണം. മറ്റു ബ്രാൻഡുകൾ പുതിയ സാങ്കേതിക വിദ്യയും ആകർഷകമായ പാക്കേജിങ്ങും സ്വീകരിച്ചപ്പോൾ നിർമ്മ പഴയ രീതിയിൽ തന്നെ നിന്നു. ഉപഭോക്താക്കളുടെ മനോഭാവം മാറുമ്പോൾ നിർമ്മ മാറ്റം വരുത്താനാവാതെ പോയി. കുറഞ്ഞ വിലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് ഉൽപ്പന്നം താഴ്ന്ന നിലവാരം എന്ന ധാരണയും ഉണ്ടായി. സർഫ് എക്സൽ പോലുള്ള ബ്രാൻഡുകൾ ദാഗ് അച്ചേ ഹേ എന്ന പുതിയ ആശയവുമായി വിപണിയെ പിടിച്ചെടുത്തു. നിർമ്മ അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചില്ല. ഒരിക്കൽ ഹൃതിക് റോഷനെ ബ്രാൻഡ് അംബാസിഡറാക്കി നടത്തിയ പരസ്യം സാധാരണ ഉപഭോക്താവുമായി ബന്ധിപ്പിക്കാനാകാതെ പരാജയപ്പെട്ടു. 2010 നിർമ്മയുടെ വിപണി വിഹിതം 60% നിന്ന് വെറും 6% ചുരുങ്ങി. അതിനൊപ്പം കമ്പനി സോപ്പ്, ടൂത്ത് പേസ്റ്റ്, സിമന്റ് തുടങ്ങിയ പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ഡിറ്റർജന്റിൽ നിന്നുള്ള ശ്രദ്ധ കുറയുകയും ചെയ്തു. എങ്കിലും ഇത് പൂർണ്ണമായ തകർച്ചയായിരുന്നില്ല. കർസൻ ഭായ് പട്ടേൽ തന്റെ ബിസിനസ് സാമ്രാജ്യം മറ്റു മേഖലകളിലേക്കും വികസിപ്പിച്ചു. സിമന്റ്, സോഡ ആഷ്, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ നിർമ്മ ഗ്രൂപ്പ് ശക്തമായി നിലകൊള്ളുന്നു. 2024 ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസിന്റെ 75% ഓഹരി നിർമ്മ ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഇന്ന് 7000 കോടി രൂപയിലധികം വാർഷിക വരുമാനമുള്ള നിർമ്മ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇന്നും കർസൻ ഭായ് പട്ടേലാണ്. അതായത് നിർമ്മയുടെ കഥ ഒരു തകർച്ചയുടേത് അല്ല, മാറിയ വിപണിക്ക് പൊരുത്തപ്പെടാത്ത ഒരു ഉൽപ്പന്നത്തിന്റെ പരിണാമം. പക്ഷേ വിജയകരമായി വഴിമാറിയ ഒരു സംരംഭകന്റെ കഥ തന്നെയാണ്. ഡിറ്റർജന്റ് വിപണിയിൽ സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും കർസൻ ഭായ് പട്ടേലിന്റെ നിർമ്മ ഇന്നും ഇന്ത്യയിലെ വ്യവസായ ലോകത്തിലെ ശക്തമായ സാന്നിധ്യമാണ്.